നോക്കണേ. എടാ രാത്രിയില് സൂര്യൻ വല്ല വെച്ച് നോക്കിയതാ. ആദ്യമായിട്ടാണല്ലോ സാർ ഒരു കൂടിയ സാധനം എടുത്ത് തന്നെ. എടാ ഹരി, ഇതില് പച്ചവെള്ളല്ലേ? എടാ പച്ചവെള്ളം തന്നെയാ ഇതിനകത്ത് ഒഴിച്ചേക്കണേ. നീ വേണേ അടിച്ചു നോക്കും, നല്ല അടിപൊളി സാധനം. ഞാൻ എന്തായാലും അടിക്കണ്ട്. എന്താണ്? എടാ എനിക്ക് നിങ്ങളുടെ ഒരു ചെറിയൊരു സഹായമാണ്. അളിയ പൈസയാണ് എന്റെ അഞ്ചിന്റെ പൈസ ഇല്ലാട്ടാ. ഇട്ടാണ് അണ്ടർവെയർ ഉണ്ടാ, EMI യിലാണ്. ഇതെന്റെ അല്ലേ? നീ ഇവന്റെ എടുത്തു തുടങ്ങിയ? അല്ല അത് ഒരാവശ്യത്തിന് എടുത്താ, ഞാൻ തിരിച്ചു തരാം, നീ കാര്യം പറ. എടാ അതെ, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഒന്ന് കട്ടക്ക് നിക്കണം. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് നിന്റെ കൂടെ കട്ടക്ക് നിക്കാത്തത്? അത് ശരിയാണ്. പക്ഷേ എടാ റഹനില്ലേ, റഹന ഏത് നിന്റെ ഗേൾ ഫ്രണ്ടാ? അവൾക്ക് എന്താ പറ്റി? അവൾക്കൊന്നും പറ്റിയില്ല. അവളുടെ വീട്ടില് കല്യാണം ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ കെട്ടിച്ചു വിടാൻ പോണം. അവളുടെ കല്യാണമൊക്കെ ആയാ? അടിപൊളി, നല്ല കാര്യം. എന്നാണ് കല്യാണം? നിന്നെ വിളിച്ചണ്ടാ? അടിക്കണ്ട, ഒരു കോപ്പിന്റെ വർത്താനം എന്നെ അടിക്കാണ്ട് നീ കാര്യം പറ. എടാ അപ്പൊ അവളുടെ വീട്ടില് കല്യാണം ആലോചിക്കണോണ്ടേ ഞങ്ങൾ ഇന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി. നീ എന്തൊക്കെയാ പറയണേ? അടിക്കട ഫിറ്റായ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി അവള് ഇറങ്ങി വരും, നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പോകും. അതിനാണ് ഈ കുപ്പി. തമാശ അറിയില്ലട്ടാ. എടാ തമാശയായിട്ട് തോന്നണ്ട നിനക്ക്? എടാ നിങ്ങൾക്കറിയാലോ, 3 വർഷമായി ഞാൻ അവളെ സ്നേഹിക്കുന്നത്. ഇനി ഞാൻ മിണ്ടാണ്ട് അവളെ കെട്ടിച്ചു വിടും. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി അവളെ വിളിച്ചോണ്ട് വരും. ഒളിച്ചോട്ടാണ്? ഒളിച്ചോട്ടം തന്നെ. റിസ്ക് പിടിച്ച പരിപാടിയല്ലേ? എടാ റിസ്ക് എടുത്താലേ എനിക്ക് അവളെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കരയേണ്ട വരും കുറേ. എടാ നീ സീരിയസ് ആയിട്ടാണ് പറയണേ? അത് ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് തമാശയായിട്ട് തോന്നണ്ട? എന്നാ ഇത് കാര്യമായിട്ട് പറഞ്ഞേ, തമാശ അല്ല. നീ കീ എടുത്തേ, നീ വണ്ടി എടുക്ക്. എന്നിട്ടെന്താ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് റൈനയുടെ വീട്ടിൽ ചെല്ലുന്നു, അവള് വിളിച്ചെടുക്കുന്നു. നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം. രണ്ടുപേരും വിട്ടോ. നീ എന്താ വരാത്ത? അല്ല ഞാൻ വരില്ല, എനിക്കിവിടെ 100 പരിപാടികളുണ്ട്. എന്ത് പരിപാടി? എനിക്ക് നിങ്ങൾക്കുള്ള മറ്റേ റീത്ത് മേടിക്കണം, അല്ല കല്യാണം മറ്റേ മാല മേടിക്കണം, പിന്നെ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലണം, പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണ്ടേ? ഒരു സെറ്റാക്കലും ഇല്ല. നീ വന്നറ കൂടെ 3 ഒരുമിച്ചാ പോണ? എടാ ഞാൻ കാര്യം പറയാം. എടാ ഇത് 3 പേരുടെ പോയിട്ട് കാര്യമില്ല, ഇതിന് പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് വേണം. അല്ലാണ്ട് ചുമ്മാ അങ്ങോട്ട് പോയിട്ട് ഇവന്റെ ലൈഫിന്റെ കാര്യമാണ്. എടാ പ്ലാൻ ഞാൻ പറയാം, എൻ്റെ കയ്യിലുണ്ട്. എടാ നമ്മള് 3 പേരും കൂടി കുറച്ചു നേരം കഴിയുമ്പോ അവളുടെ വീട്ടിലേക്ക് പോകും. എന്തായിരുന്നു പറയുമ്പോ ഞാനോ? പിന്നെ നീ മുങ്ങാൻ നോക്കരുത്. നമ്മള് 3 പേരും കൂടി അവളുടെ വീട്ടിലേക്ക് പോകും. അനോജ് നീ കുറച്ച് മാറി നിന്നിട്ട് ആരെങ്കിലും മഞ്ഞുണ്ടോ നോക്കി എനിക്ക് സിഗ്നൽ തന്നെ കേട്ടാ. ബേബി നീ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പൊക്കോട്ടെ, എനിക്ക് പേടിയടാ. എടാ മുങ്ങിയ ഞാൻ തലവണ്ടി അടിച്ചാൻ പിടിക്കും. എടാ ആ ഗ്യാപ്പിൽ ഞാൻ അവിടെ പോയി അവളെ അവിടെ നിന്ന് ചാടിച്ചു കൊണ്ടുവരാം. എന്റെ പൊന്നെ, ഞാൻ ഒരു 10 മിനിറ്റ് വെക്കും, അത് കഴിഞ്ഞാൽ ഞാൻ പോട്ടാ. എടാ ബേബി നിനക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നീ വന്നില്ലെങ്കിലോ? 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും. നീ എന്തേ പറ? എടാ ഒരു മണിക്കൂർ നീ വെയിറ്റ് ചെയ്താൽ 2 മണിക്കൂർ. അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. എടാ 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നീ വരുമെന്ന് എനിക്കെന്താ ഉറപ്പ്? എനിക്ക് പറ്റില്ല അവിടെ വെക്കാൻ. സത്താരക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് പറയും. എടാ അനോജ് എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് വരെ നീ അങ്ങോട്ട് ചെന്നിട്ട് റയനെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുപോകാം. ഞാൻ അവിടെ സിഗ്നൽ കൊടുക്കാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ നീ ഓക്കെ അവൻ ഓക്കെ? ഞാൻ റേനേനെ വിളിച്ച് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോ നാട്ടുകാരെ ആരെങ്കിലും കണ്ട് പിന്നെ എന്നെ അവളെ കൂടി കെട്ടിച്ച് എന്റെ അച്ഛനും അമ്മ പറഞ്ഞു അച്ഛൻ അറ്റാക്ക് വന്ന് പിന്നെ ഞാൻ പണിക്ക് പോയി കുടുംബം ഞാൻ പോകോളാം. ശരി ഒരു കാര്യം ചെയ്യും, ഓർമ്മ ഒഴുക്കി എന്നിട്ട് നമുക്ക് പോവാം. അല്ല ഇപ്പൊ ഇനി അടിക്കണ്ട, ഇതിനടിച്ച് ബോധം പോയാലോ? അല്ല പിന്നെ ആരെ കാണിക്കാൻ ഈ സാധനം മേടിച്ചു വെച്ചേ? മര്യാദ. ഓ എന്നാ പിന്നെ ഞാൻ ഒന്നും പറയാനില്ല, നീ വണ്ടിയുടെ കീം കാണിച്ചേ. നമുക്ക് ഇതൊന്നും വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ട. പക്ഷെ എനിക്ക് അമ്മേനോട് ഒന്ന് പറയണം. എന്തിനാടാ? അല്ല നമ്മള് തിരിച്ചു വരുമ്പോ ലേറ്റ് ആവൂലേ, അപ്പൊ അമ്മേനോട് പറയണം ലേറ്റ് ആവൂലേ, അമ്മ ടെൻഷൻ അടിക്കും പാവം. എടാ നീ ഏത് കാലത്ത് ചെയ്യിക്കണം? നീ ഒളിച്ചോടുന്ന ദിവസമല്ലേ, നീ ഒന്ന് വന്നേ. നീ എന്താണ് ഇവനൊക്കെ എന്ത് ടെൻഷൻ? നീ വന്ന് കേറിക്കേ, ആ കുപ്പി മാറ്റിയേക്കാ, അത് പൊട്ടിപ്പോവും. വാ എടാ ഹരി, ഇത് സെറ്റപ്പ് വീടാണല്ലോ. എടാ ലൈറ്റ് ഒന്നും കാണാനില്ല, അവരൊക്കെ കിടന്നാണോ? എടാ അവരെല്ലാവരും ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നമുക്ക് അവളെ പുറത്തിറക്കാൻ പറ്റുള്ളൂ. അതുവരെ ഇവിടെ പോസ്റ്റാ. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് പോസ്റ്റ്? എനിക്ക് പറ്റുന്നില്ല, രാത്രി 2 മണി, ഈ വീട്ടുകാർക്ക് ഉറക്കൊന്നുമില്ലേ? നീ ഒന്ന് ഒച്ച ഉണ്ടാക്കണ്ടിരുന്നല്ലോ, നീ ഒച്ച ഉണ്ടാക്കി നാട്ടുകാരെ തെളിപ്പിക്കില്ല. ആദ്യം നീ ഒന്നും മിണ്ടാണ്ടി പണ്ടാരം. എന്തൊരു നേരെ വന്നിട്ട് എനിക്ക് രാവിലെ പോയിട്ട് ഒരു പരിപാടി. ഇത് അവിടെ പ്ലാൻ ചെയ്തൊന്നും പറഞ്ഞില്ല, നിന്റെ ഒടുക്കത്തെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് 1 മണിക്കൂർ കൂടെ തീരുന്നു പറഞ്ഞത്. എന്തൊരു പോസ്റ്റാണിത്? എടാ ഹരി, പട്ടി ഉണ്ടാ? പട്ടിയോ? അതിനെ എങ്ങനെയെങ്കിലും മെരിക്കെടുക്കാം. അങ്ങനെ ഉണ്ട്, അതിനെ മെരിക്കാനാണ് പാട്. പുള്ളി കടിക്കുവോ? പുള്ളി കടിക്കില്ല, പുള്ളി തുപ്പും.
എടാ അളിയാളി ഒരു സീനുണ്ട് എടാ ഒരുത്ത മനുണ്ട് എടാ അല്ലല്ല മൂത്രമൊഴിക്കണത് മതി ഇതുകൊള്ളല്ലേ എന്താ പരിപാടി എടാ ഇവനെ മൂത്രമൊഴിക്കാൻ വേണ്ടി നിന്ന അപ്പൊ ഞങ്ങൾ വെറുതെ മൂന്നുപേരും കൂടെ അല്ലടാ ഇവൻ ഒഴിക്കണ ഞങ്ങളൊരു കമ്പനി കൊടുക്കാൻ പോലീസുകാരിക്കും ടെൻഷൻ അടിക്കില്ല. ട്രാൻസ്ഫോമർ എവിടെയുള്ളത്? തിരിഞ്ഞു നോക്കട്ടെ. ഇവിടെ രണ്ട് ട്രാൻസ്ഫോമർ ഒന്ന് ഈ വഴി പോകുമ്പോഴത്തേക്ക് ഇടത്തെ സൈഡിൽ വരണം പിന്നെ നേരെ പോയിട്ട് ആ വളവ് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ വരണം രണ്ടും അങ്ങോട്ട് പോകണ്ടേ സുമതിയുടെ വീട് അറിയാമോ? ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ഇവിടെ കുറെ സമ്മതി ഉണ്ട് കേട്ടോ അതിനകത്ത് ഏതാ സൊസൈറ്റി സുമതി എന്ന് പറയുന്നത്. സൊസൈറ്റി സമ്മതി ഒരു റീൽസ് ഒക്കെ വൈറലായ ഒരു സമ്മതി ലെഫ്റ്റ് സൈഡിൽ ട്രാൻസ്ഫോമറാ നേരെ പോയാൽ മതി ലെഫ്റ്റ്. നേരെ പോയിട്ട് ലെഫ്റ്റ് പിന്നെ സൂക്ഷിച്ചു വേണം ഇവിടെ ഒരു ലാബുണ്ട് ഒരു വെള്ള ലാബല്ലേ? സ്ഥിരമാണല്ലോ എന്നിട്ടാണ് വഴിയൊക്കെ തട്ടേ വീഡിയോ കോൾ വഴി പരിചയപ്പെട്ടവൻ. ചെന്ന് കയറി കൊടുക്കും പിന്നെ അവൻ്റെ അടുത്ത് പറയണേ സിമ്പ് കയറിയിട്ട് മൂത്രം ഒഴിക്കണം കേട്ടാ. നാളെ ഈ വഴി ഉണ്ടാവൂലേ സുമതിയുടെ ഉള്ള ലാബാണെന്ന് എനിക്ക് അങ്ങനെ അറിയാം. എടാ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് കരോളുമായി കണ്ടടാ എടാ ഒരുമാതിരി മെനേറ്റ പറ്റി എടാ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം നീ റെഹനെ വിളിച്ചിറക്കണം വിളിച്ചിറക്കാം അല്ലെങ്കിൽ അവള് വേറെ ആരും കൂടെ പോയി നോക്ക്. അതെ വേറെ ആരുടെയും കൂടെ പോകാൻ അവള് നിന്റെ ആതിരല്ല എന്റെ റെഹനയാണ് കേട്ടാ. വിളിച്ചു നോക്ക് വരുമോന്നറിയാം ഞാൻ വിളിച്ചോളാം കേട്ടാ. എടാ അനോജ് നീ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കടാ. നോക്കല്ലേ ഹലോ എടി എന്തായി? ഇവിടെ എല്ലാരും ഉറങ്ങി. ഞാൻ റെഡി ആയിട്ട് നിൽക്കുക. നിന്റെ ആ മടല ഞങ്ങൾ ഉറങ്ങിയ ഇക്ക നേരത്തെ അടുക്കളയിലോട്ട് പോയിട്ട് 2 ബുൾസേ അടിച്ച് റൂമിലോട്ട് പോയിട്ടുണ്ട്. പിന്നെന്താണ് പാതിരാ കോഴിയാ? ഇപ്പൊ ഉറങ്ങിക്കാണും. എന്തായാലും നീ ഇറങ്ങുമ്പോളേ പണവും സ്വർണ്ണവും എടുക്കണ്ട, ഞാൻ സ്ത്രീധനത്തിനെതിരാ. അല്ലെങ്കിൽ ഇവിടെ എടുക്കാനായിട്ടൊന്നുമില്ല. എടി നീ ഒന്ന് വേഗം വാ, ഇവിടെ അധികം നേരം നിക്കണതേ സേഫ് അല്ല. ഞാനേ പാപ്പ അറിയാതെ പാപ്പയുടെ കാലത്തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ഇറങ്ങിയാൽ മതിയോ? അയ്യോ അങ്ങനെയാണെങ്കിൽ നീ ഒരു 3 ചിതയും കൊണ്ട് ഒരുക്കി വെച്ചോ, എന്നിട്ട് പോയി അനുഗ്രഹം എനിക്ക്. എന്തിന്? ഞങ്ങളെ 3 പേരെയും കത്തിക്കാലോ ഇത് കഴിയുമ്പോ. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ ദുരന്തം പറയാതെ ഇറങ്ങി വാന്ന് വേഗം. അയ്യോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയോ? എന്റെ ഫോണിന്റെ ചാർജ് ചെയ്തൊന്ന് കുത്തിയിടാനാ. ശരി ഇറങ്ങാം. എടാ നമ്മൾ നിൽക്കണ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കൊടുക്കാൻ അവള്. ഇത്ര ഉള്ളോ? അതിന് ഐഡിയ ഉണ്ട്. എന്റെ ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്റെ പൊന്നളിയാ നീ ഇവിടെ ഫുട്ബോൾ എന്റെ ഒരു ഐഡിയ ഉണ്ട് തൽക്കാലം അത് ചേർക്കില്ല പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഐഡിയ ആയിട്ടാ പട്ടി സൗണ്ട് ഓളിണ്ടാവുന്ന സൗണ്ട് ഉണ്ടാക്കാം അതായിട്ട് അവളോട് ഇറക്കി വരാം. എടി നീ കേട്ടില്ലേ ബേബി പട്ടി അല്ല ബേബി ഓളിടും, നീ അത് കേട്ടിട്ട് ഇറങ്ങി വന്നാൽ മതി. അവിടെ ഉണ്ട് ഞങ്ങൾ. ഓക്കെ സേഫാ. കുറെ പട്ടി ഉണ്ടല്ലോടാ. ഒരുപാട് പട്ടികൾ ഓരിടുന്നുണ്ടല്ലോ. ഇതിലേതാ ബേബി? ശരി ശരി. എടി ബാഗ് താ ബാഗ്. ചെരുപ്പൂരിക്കോ നീ. ഞാനാ പിന്നെ ഞാൻ മുരിയും ഇത്ര മതിലേ? ഒരു കാലം കൊടുക്കുമ്പോ വലിയ കാലമൊന്നുമില്ല. ബാഗ് കുടിച്ചോ. എടി നീ ഓക്കെ അല്ലേ? പിടിക്കും. ഇതുവരെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് വല്ല ലോഡ്ജിൽ റൂം എടുത്താലോ? ലോഡ്ജിൽ ഈ സമയത്ത് റൂം ഇട്ടൊന്നുമില്ല. അടുത്ത വേറെ എന്തെങ്കിലും പരിപാടി പറ. വേറെ ഇപ്പൊ എന്താ? അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിൽ പോയി ശരിയാവില്ല. നമുക്ക് നാളെ രാവിലെ എങ്ങനെ പോവാം വീട്ടില്? രാവിലെ വരെ എന്ത് ചെയ്യാൻ? ഇവിടെ വെക്കാൻ പറ്റൊന്നുമില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോ തന്നെ നേരം വിളിക്കില്ലേ? നമുക്ക് നൈസായിട്ട് കാറിൽ കറങ്ങി നടന്നാലാ? റൈഡ്. അതുള്ള അതാകുമ്പത്തേക്കും മൂടാണ്. അങ്ങനെ എവിടെയെങ്കിലും പിടിക്കാം.
ഓക്കെ എന്താ എല്ലാവരും ഓക്കെ ആണല്ലേ? എന്താ പരിപാടി? നിങ്ങളെ പോണേ? അത് എൻ്റെ അച്ഛനൊരു കൂട്ടുകാരനുണ്ട്, പുള്ളിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇതേപോലെ ഒരു പെണ്ണിനെ അടിച്ചു മാറ്റി കല്യാണം കഴിച്ച ആളാ. അപ്പം പുള്ളിയാണ് അയാൾക്ക് ഒരു പ്രതീക്ഷ. നീ പഞ്ചായത്തിന് ഇനി അറിയാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പുള്ളി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എടാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിന്റെ അച്ഛനൊരു സഖാവാണ്. അപ്പൊ എന്തായാലും നീ ഇവളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ പുള്ളി എന്തായാലും സ്വീകരിക്കും, എനിക്ക് ഉറപ്പാ. അതെ, അതാകുമ്പോൾ വെട്ടോ തവൻ കൊണ്ടാതില്ലോ. എടാ പൊട്ടാ, അങ്ങനെയല്ല. എടാ ഇവൻ്റെ ഈ തന്തസഹാവ് നാട്ടിൽ വലിയ റോളാണ്, സമ്മതിച്ച്. പക്ഷേ സ്വന്തം മോൻ്റെ കാര്യം വരുമ്പോൾ പുള്ളി വരും, പുള്ളി തനി തലകനാവും. ഈ അച്ഛന്മാരുടെ സൈക്കോളജി അങ്ങനെ. അതുകൊണ്ട് നീ പേടിക്കണ്ട, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. തൽക്കാലം അത് വെച്ച് വർക്കൗട്ട് ചെയ്യാം. എന്താ നിന്റെ ഐഡിയ? ഐഡിയ അത് ഞാനപ്പോൾ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ ചായ കുടിക്കും. അല്ല, നമുക്ക് പോകണ്ടേ? ചായ കുടിച്ചിരുന്നാൽ മതിയോ? വാ പോവാ. എടാ ആ എട്ടച്ചങ്ങ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണ്ടല്ലോടാ, എന്താണ്? അതെ, ഇനിയിപ്പോ ഒന്നുമില്ല, പറഞ്ഞോടത്ത് വെച്ച് നോക്കാം. ഇറങ്ങിക്കോ. ശരിയാ, ഇറങ്ങിക്കോ. അല്ല, എന്താ അച്ഛനെ കണ്ടപ്പോഴേ എനിക്ക് ചെറിയൊരു പേടി. പുള്ളിയാണ് തല്ലിക്കല്ലോ. ഇങ്ങനെ പറയുന്നേ പേടിയാ? ഇടിഞ്ഞു വീണാലും എന്റെ കൂടെ നിൽക്കുന്നില്ലേ പറഞ്ഞത്? സമയമായപ്പോ പേടി. അല്ല, എനിക്ക് പേടിയില്ല. അന്ന് ഇറങ്ങി. എന്നാ വാ ഇറങ്ങാം. ഓ ഈ പേട്ടവണ്ടിയുടെ ഡോർ തുറക്കാൻ വയ്യ. ഈ കുറെ നേരമായിട്ട് നിന്റെ വണ്ടി കയറിപ്പോ തൊട്ട് തുടങ്ങിയാണ് ഇവള് എന്റെ വണ്ടി കുറ്റം പറയാനായിട്ട്. എന്റെ വണ്ടിയിലേക്ക് ഇവളെങ്ങനെ ഒളിച്ചോടും? ഇവളുടെ ഓരോ കാര്യത്തിന് കൂടെ നിന്നിട്ടാണ്. പിന്നെ അല്ല, പിന്നെ ഇന്നലെ അതിന്റെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ നിർത്തലും ആ ഡോർ തുറക്കാൻ വേണ്ടി പൊളിച്ചിറക്ക്. തുറക്കാൻ പറ്റണല്ലോ. അങ്ങനെയല്ലടാ, എടാ ഈ മാങ്ങ, ഈ ആക്രി വണ്ടി നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ? നീ എന്തേ കാണിക്കണം? നീ അതിന് സൈക്കിളെങ്കിലും മേടിക്കുക, എന്നിട്ട് പറ. ഇത് തുറന്നാണല്ലോ, നീ എന്ത് കാണിച്ചതിനകത്തേക്ക്? ഇത് നീ എന്തിനകത്തേക്ക് കാണിച്ചേ? ഇത് ആദ്യം മര്യാദയ്ക്ക് വർക്ക് ചെയ്തോണ്ടിരുന്നാണല്ലോ. മാറി, ഞാൻ തുറന്നു. മാറി. എടാ അങ്ങനെയല്ല, ഇവരെന്തോ കാണിച്ചില്ല തുറക്കത്തെ. ഫുള്ള് കാര്യം. ഇപ്പൊ തുറന്നല്ല, ശരിയായില്ലേ? ഇപ്പൊ തുറന്നല്ല. എന്നാലും എന്താ തുറന്നില്ലേ? ഇങ്ങനത്തെ പ്ലാൻ എന്താ? പ്ലാൻ എന്ന് പറയാൻ എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. തൽക്കാലം ഞാനൊരു ലൈവ് പോണ പോലെ കാണിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഒന്ന് കൂടെ നിന്നാൽ മതി. ഓക്കെ ഹരി, അനുജെ, എല്ലാവരും ഓക്കെ അല്ലേ? അതൊക്കെ ഒന്ന് ലൈവ് ഒന്ന് കണക്ട് ആവട്ടെ. കണക്ട് ആയിക്കൊണ്ടിരിക്കുക. കൂടെ നിന്നോട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ടു ബേബി വ്ലോഗ്സ് ഗായ്സ്. ഞാനിന്ന് വളരെ ഹാപ്പി ഉള്ളൊരു ദിവസമാണ് ഗായ്സ്. കാരണം ഗായ്സ് ഇതെന്റെ ഫ്രണ്ട്സ് ആണ്, അനോജ്, ഹരി, റഹന ഗായ്സ്. ഇവരുടെ കല്യാണം ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. പിന്നെ അതുപോലെ ഇതിനൊരു സ്പെഷ്യൽ ഡേ ആണ്, കാരണം ഇവർ രണ്ടുപേരും രണ്ട് മതസ്ഥരാണ് ഗായ്സ്. ഹരി ഒരു ഹിന്ദുവും റഹന ഒബ്വിയസ്ലി ഒരു മുസ്ലിം കുട്ടിയാണ് ഗായ്സ്. ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു കല്യാണമായിരുന്നു, വളരെ എന്താ പറയുക, ഒരു വിപ്ലവകരമായിട്ടൊരു കല്യാണം. അതെ ഗായ്സ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഹരിയുടെ വീട്ടിലേക്കാണ് ഗായ്സ്. ഇതാണ് ഹരിയുടെ വീട്. ഹരിയുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. പുള്ളി പിന്നെ തികഞ്ഞൊരു ഭയങ്കര സഖാവാണ് ഗൈസ്. എനിക്കറിയാലോ, സഖാവ് വൺ സീനാണ് ആക്ച്വലി. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഹരിയുടെ അച്ഛൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? കാരണം ഓൾറെഡി സഖാക്കന്മാർ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം, അവർക്ക് ജാതിയും മതമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ സ്വന്തം മകന്റെ കാര്യം വരുമ്പോൾ പുള്ളി എങ്ങനെ ഇതിനകത്ത് ഇടപെടും? ഒരു നോർമൽ അച്ഛനായിട്ട് ഇവിടെ ചവിട്ടി പുറത്താക്കോ, അല്ലെങ്കിൽ ഒരു സഖാവായിട്ട് ഇവരെ വീണ്ടും വീട്ടിലേക്ക് ക്ഷണിക്കുമോ എന്ന് നമുക്കുള്ള കാര്യം നോക്കാം. അവിടെ ചെന്നിട്ട് നോക്കിയറിയാം. ഗൈസ് നിങ്ങൾ റെഡി അല്ല? നമുക്ക് ഗൈസ് അപ്പൊ എല്ലാവരും ലൈവിൽ ആക്റ്റീവ് ആയിരിക്കും. നമ്മളെന്തായാലും ഹരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മളിപ്പോ ഹരിയുടെ വീട്ടിലെത്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഹരിയുടെ അച്ഛൻ. നമുക്ക് ഹരിയുടെ അച്ഛനെ ഒന്ന് പരിചയപ്പെടാം ഗൈസ്. അച്ഛാ, ഞാൻ ലൈവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഹരിയുടെ അച്ഛൻ. ഗൈസ് ഇദ്ദേഹം ഒരു അച്ഛൻ മാത്രമല്ല, ഒരു തികഞ്ഞ സഹാവ് കൂടിയാണ് ഗൈസ്. ഇദ്ദേഹം നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എത്ര ചരിത്രമായുള്ള കാര്യങ്ങളാണ് ഗൈസ്. അതിനുവേണ്ടി, നീതിക്ക് വേണ്ടി ഇദ്ദേഹം വെട്ടിയറിഞ്ഞ തലകൾ കണക്കുകളില്ല ഗൈസ്. അച്ഛാ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഗൈസ് ഈ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള വിവാഹം ഈ അച്ഛൻ എങ്ങനെ നോക്കിക്കാണുമെന്ന് നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛാ, അച്ഛൻ എന്താണ് ഇവരെ പറ്റി പറയാനുള്ളത്? വെച്ചാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ നല്ല അഭിപ്രായമാണ്. ഇന്നത്തെ തലമുറ കണ്ടുപിടിക്കേണ്ടതാണ്. ഇന്നത്തെ കേരള സമൂഹം മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന ഈ സമൂഹം കണ്ടുപിടിക്കേണ്ട ഒന്നാണ് നിങ്ങൾ ചെയ്തത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. അനോജ്, അസലായിടാ. ന്യൂ ജനറേഷൻ തലമുറയ്ക്ക് നിങ്ങൾ നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ വിവാഹം. അസലായി, നന്നായിട്ടുണ്ട്. അയ്യോ അച്ഛ, ഞാനല്ല, ഹരിയാണ് കല്യാണം കഴിച്ചത്. ഇത് പിടിച്ചടാ.
ഹരിയ എന്റെ മോൻ അതെ അതെ ഗൈസ്, സ്വന്തം മകന്റെ കല്യാണമാണ് ഗൈസ് ഒരു അച്ഛൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത്രയും ഒരു സഖാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ ഒരു നിമിഷം വളരെ സന്തോഷകരമായി അവർ സ്വീകരിക്കാൻ മാത്രമാണ് അവർക്ക് ഒരു സഖാവെന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് മനസ്സിലാക്കാം സ്വന്തം മകന്റെ കല്യാണം എത്ര സന്തോഷത്തോടെയാണ് അദ്ദേഹം കാണുന്നതെന്ന് ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് ഇവിടെ അച്ഛൻ മാത്രമല്ല, ഇവിടെ ഹരിയുടെ അമ്മയുണ്ട്. നമുക്ക് ഹരിയുടെ അമ്മയും ലൈവിലേക്ക് വിളിക്കാം. അമ്മ ഇവിടെ ഉണ്ടാവില്ലടാ ഹരി? ഓക്കെ, ഹരിയുടെ അമ്മേനെ വിളിക്കാം. ആന്റി, അമ്മേ അമ്മേ ഗൈസ് ഇതാണ് ഗൈസ് ഹരിയുടെ അമ്മ. അമ്മേ ഇതൊരു ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ. ഇവരെല്ലാണ്ട് വന്നതല്ലേ. അമ്മേ ഇതാണ് അമ്മയുടെ മരുമോള്. ആ അമ്മേ ഹരിയുടെ പെണ്ണ്. ഹരിയുടെ കല്യാണം കഴിഞ്ഞമ്മേ. പിന്നെ ഇത് നിങ്ങൾ മറ്റേ യൂട്യൂബിൽ കരോട്ടിയുടെ പരിപാടിയല്ലേ? അമ്മേ സത്യമായിട്ട് ഹരിയുടെ കല്യാണം കഴിഞ്ഞ്. സത്യമായിട്ടും ഗൈസ് അവരും എക്സൈറ്റഡ് ആണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഹരി, റഹന, എന്താണ് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ തോന്നുന്നത്? നിങ്ങൾ സന്തോഷവാനാണോ? എനിക്ക് എന്താ പറയാ, ഗൈസ് അച്ഛൻ എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാം? കാരണം സ്വന്തം മകൻ അന്യമതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വരുമ്പോൾ ഒരു സഖാവ് നിലയിൽ അച്ഛൻ വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്താണ് അച്ഛന് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷം. അദ്ദേഹം വളരെ സന്തോഷം. അതാണ് നമുക്ക് അമ്മയുടെ അഭിപ്രായം. അമ്മയ്ക്ക് എന്തോ അമ്മ വളരെ സർപ്രൈസ്ഡ് ആയില്ലേ? ഇതൊക്കെ പ്രതീക്ഷ അല്ലല്ലോ ഇത്. ഞാൻ ഭയങ്കര സർപ്രൈസിലാണ് ഞാനുള്ളത്. എന്റെ പൊന്നു മോൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് തന്നു. അപ്പൊ എന്റെ മോനും മരുമോൾക്കും അമ്മയുടെ വകയും ഒരു സർപ്രൈസ് അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും കൂടെ നിന്ന് അവന്റെ കൂട്ടുകാർക്കും അമ്മയുടെ വക ഒരു സർപ്രൈസ് ഉണ്ട്. ഗൈസ് ഇനി സർപ്രൈസിന്റെ ഒരു ഘോഷയാത്രയാണ് ഗൈസ്. ചടങ്ങിലേക്കാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അച്ഛനും അമ്മയും എത്ര സന്തോഷത്തോടെയാണ് അവരെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുന്നത്. ഈ ഒരു രംഗത്തിന് ഗൈസ് നിങ്ങളും സാക്ഷ്യം വഹിക്കാണ്. കാരണം വർഗീയതയുടെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗൈസ് ഈ ലോകത്ത് നടക്കുന്നത്. അവർക്കെല്ലാം ഒരു മാതൃകയാണ് ഈ അച്ഛനും ഈ അമ്മയും. ശരിക്കും റഹന ഒരു ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ഗൈസ്. അതെ 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 എന്തൊരു സന്തോഷം. അച്ഛനെ പ്രിയപ്പെട്ട ഒരു മകളായിട്ട് എന്നും മാറിക്കൊണ്ടിരിക്കും ഗൈസ്. അവര് വളരെ ഹാപ്പിയാണ്. കാരണം രണ്ടുപേരും, കാരണം അച്ഛനും അമ്മയും, കാരണം അവർ രണ്ടുപേരും സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് കടന്നു വന്നത് ഗൈസ്. ഇതിന്റെ ഒരു ലൈവ് വീഡിയോ ഞാൻ എന്തായാലും എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ കാണാം. സൈനിങ് ഓഫ് ഫ്രം ബേബീസ് വ്ലോഗ്. ബൈ. ആകാശിടിഞ്ഞോഴാനും കൂടെ നിൽക്കുന്നില്ലേ പറഞ്ഞേ? ഇത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്തു. അമ്മ എന്തൊക്കെയാ അതൊക്കെ അമ്മ വെട്ടല്ലേ